പണ്ഡിതരെ, ഗുരുഭൂതരെ, അഭിവന്യ നേതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, കാരുണ്യവാനായ ദൈവം തമ്പുരാൻ അനുഗ്രഹം ഈ സദസ്സിൻ്റെ മേലുണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിനെ പരിചയപ്പെടുത്തുക എന്നതാണ് എന്നിൽ അപ്രതമായിട്ടുള്ള ഉത്തരവാദിത്വം. പരിപാടികൾ സമയബന്ധിതമായി തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. Please let me first introduce and welcome Acharya S.C. Punchong to this launching ceremony of Council for Community Cooperation. Acharya S.C. Punchong is the former Deputy Speaker of Tibetan Parliament in exile and currently advisor to the Indo-Tibet Friendship Association. Acharya, a close confidant of His Holiness Dalai Lama, has come all the way from Delhi to convey the message of peace from His Holiness. We welcome you, sir, to this august gathering. വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുല്യരും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരും ഈ പ്രസ്ഥാനത്തെ തുടക്കം മുതൽ മനസ്സറിഞ്ഞ് പിന്തുണച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ ആരെ വെച്ച് തുടങ്ങണം എന്നത് ഞങ്ങൾ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം സൃഷ്ടിക്കാതിരിക്കുന്നില്ല. എന്നിരുന്നാലും എവിടെ വെച്ചെങ്കിലും തുടങ്ങിയാലേ പറ്റൂ എന്നതുകൊണ്ട് ഞാൻ ഓരോ അതിഥികളെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ആദ്യമായി ഹിസ് ഹൈനസ് ബസേലിയോസ് മാർത്താമ മാത്യൂസ് III, കേരള ജനത ഒന്നടങ്കം ആദരിക്കുന്ന കത്തോലിക്ക ബാബ തിരുമേനി, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദരണീയനായ അധ്യക്ഷൻ. 2, കേരള മുസ്ലിം സമുദായത്തിൻ്റെ അഭിവന്ദ്യനായ പൊതുസമ്മതനായ നേതാവ്, ബഹുസ്വരതയുടെ കരുത്തനായ വക്താവ്, സമൂഹം ഒന്നടങ്കം ബഹുമാനിക്കുന്ന പാണക്കാട് തറവാട്ടിലെ സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു, ഉടനെ തന്നെ ഇവിടെ എത്തും. അടുത്ത് ബഹുമാനായ സ്വാമി പുരന്ദരാനന്ദ മഹാരാജ് അവരുകളെയാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത്. എറണാകുളം വിവേകാനന്ദ യോഗശാല കേന്ദ്രത്തിൻ്റെ പ്രസിഡൻ്റായ അദ്ദേഹം അറിയപ്പെടുന്ന വേദപണ്ഡിതനും രാമകൃഷ്ണ മിഷനിലെ പൂർവ്വ സന്യാസിയുമാണ്. ഇനി പരിചയപ്പെടേണ്ടത് മഹൽ വ്യക്തിത്വം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതനായ നേതാവും ചിന്തകനും പണ്ഡിതനും പ്രശസ്തമായ ചെമ്മാട് ദാറുദ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാരഥിയുമായ ഡോക്ടർ ബഹാവുദ്ദീൻ കൂര്യാട് അദ്ദേഹത്തിൻ്റെ മഹൽ സാന്നിധ്യം അറിയിക്കുന്നു. അടുത്തതായി മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യസ്ത പരമ്പരയിലെ യുവപ്രതിഭ ശ്രീ സ്വാമി വിശാലാനന്ദ, ശിവഗിരി മഠത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് സ്വാമിജി. സ്വാമിജിയുടെ സാന്നിധ്യം സസന്തോഷം അറിയിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രിസ്തീയ സഭയായ സീറോ മലബാർ സഭയുടെ വന്യപുരോഹിതൻ ബിഷപ്പ് മാർ മാത്യു വറക്കൽ നമ്മോടൊപ്പമുണ്ട്. സീറോ മലബാർ സഭ ചർച്ച് കമ്മീഷൻ ഫോർ ലേറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സഭയുടെ സാധാരണീയനായ അമരക്കാരൻ കാർഡിനാൾ മാർ ആരഞ്ചി തിരുമേനിയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. അടുത്ത് പരിചയപ്പെടുത്താനുള്ളത് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റ് അഥവാ അമീർ ഈയിടെ തിരഞ്ഞെടുക്കപ്പെട്ട യുവ പ്രതിഭയും ചെറിയ കാലഘട്ടം കൊണ്ട് സംഘടനാ പാഠവും തെളിയിച്ച് നേതൃത്വത്തിൻ്റെ മുൻനിരയിലെത്തിയ ജനാബ് പി മുജീബ് റഹ്മാൻ സാഹിബിനാണ്. അടുത്തതായി പരിചയപ്പെടുത്തേണ്ട വിശിഷ്ടാതിഥി ജാക്കബൈറ്റ് സീരിയൻ ക്രിസ്ത്യൻ സഭയുടെ പ്രതിനിധി ഡോക്ടർ മാത്യൂസ് മോറാൻഡിമോസ്, ഓസ്ട്രേലിയയിലെ ഷാൽസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേദപഠനത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച പിതാവും ഇപ്പോൾ അങ്കമാലി ഡയോസസിൻ്റെ മെട്രോപൊളിറ്റാനും മലങ്കര ജാക്കബൈറ്റ് സീരിയൻ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡന്റ് കൂടിയുമാണ്. Now, we were an ardent devotee and a pious sannyasi and a perfect humanist, Swamiji Sri Hari Prasad. He is the director of Sri Vishnu Mohan Foundation, Chennai,
Swamiji has been a true inspiration for us right from the concept stage of this initiative. I respectfully recognize his presence here, sir. KNM അഥവാ കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ വൈസ് ചെയർമാനും മതമൈത്രിയുടെയും സമന്വയത്തിൻ്റെയും കേരള മുസ്ലിങ്ങളുടെ മുഖമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബാണ് അടുത്ത പരിചയപ്പെടുത്തേണ്ടത്. മാർത്തോമാ സഭയുടെ വലിയ പിതാവ് ഹിസ് ഗ്രേസ് റവറൻ ഡോക്ടർ തിയോഡോസിയസ് തിരുമേനിയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് റവറൻ ജോർജ് മാത്യു അച്ഛനാണ്. ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങളോടൊപ്പം ഇതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുമുണ്ട്. അവിഭക്ത മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവും അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനും മർക്കസ് ദഹവയുടെ സാരഥിയുമായ പി ടി ഉമർ സാഹിബ് നമ്മുടെ കൂടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി നാമെല്ലാം അനിവാര്യമായും പരിചയപ്പെടേണ്ട മഹൽ വ്യക്തിത്വം, ഈ ആശയത്തിൻ്റെ കരുത്തനായ പ്രവക്താവും ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന നാം എല്ലാം സ്നേഹത്തോടെ ഗൾഫാർ എന്ന് വിളിക്കുന്ന ഡോക്ടർ പി മുഹമ്മദ് അലിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെയും അപാരമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമാണ് നാം ഇവിടെ കാണുന്നത്. 2 വർഷത്തോളം വളരെ ക്ഷമയോടെ അദ്ദേഹം ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. പ്രശസ്തിയും മറ്റ് പ്രതിഫലങ്ങളൊന്നും ആഗ്രഹിക്കാത്ത അദ്ദേഹത്തിന് സർവജ്ഞനായ ദൈവം തക്ക പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും സമയക്കുറവ് കൊണ്ട് സാധിക്കുന്നില്ല. എങ്കിലും ഈ പരിപാടിയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന 2 പേരെയെങ്കിലും പരിചയപ്പെടുത്തില്ലെങ്കിൽ അത് നന്ദി കേടാവും. എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി പി രാജേന്ദ്രൻ സാറാണ് ഇന്നിവിടെ ഈ പ്രഖ്യാപനം ചൊല്ലിക്കൊടുക്കുന്നത്. വേണുവേട്ടൻ എന്ന് നാം സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യം മുതൽ നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നന്ദി പ്രകാശനം നടത്തുന്നത് സിയോർ മലബാർ സഭയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറും കൂടിയായ ഫാദർ ഡോക്ടർ ആൻ്റണി വടക്കേക്കരയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ആദ്യം മുതൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. കേരളത്തിൻ്റെ മതനേതൃത്വ നില ഒന്നടങ്കം സമ്മേളിച്ച ഈ സദസ്സ് സാമൂഹിക പ്രതിബദ്ധതയുള്ള അനേകം നേതാക്കളുടെയും ഉൾക്കൊള്ളുന്നു. വളരെ അനുഗ്രഹീതമാണ് ഈ മുഹൂർത്തം എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാ ബഹുമാന വ്യക്തികൾക്കും ഒന്നുകൂടി സ്വാഗതം അരുളുന്നു. അതുപോലെ ഈ ഉദ്യമത്തെ നെഞ്ചിലേറ്റി ഇവിടെ ഹാജരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും വ്യത്യസ്ത ദൂര പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ എല്ലാ ഇതിൻ്റെ സഹപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും മറ്റെല്ലാ അഭ്യുതകാംക്ഷികളെയും ഒന്നുകൂടി സ്വാഗതം നാളിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. അടുത്തതായി സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മറ്റൊന്നും ആഗ്രഹിക്കാതെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ ഈ സേവനത്തിന് നിശബ്ദമായി ഒപ്പം നടന്നൊരാൾ, മുന്നിൽ നിന്ന് നയിച്ചൊരാൾ, കഴിഞ്ഞ 2 വർഷക്കാലമായി എല്ലാ തിരക്കുകളും എല്ലാ സമയക്കുറവും ഇതിൻ്റെ സമയത്തിനായി മാറ്റിവെച്ച, അഹോരാത്രം പണിയെടുത്ത, എപ്പോഴും ചിത്രങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും വാർത്താ തരംഗങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഡോക്ടർ പി മുഹമ്മദ് അലി എന്ന ഗൾഫാർ മുഹമ്മദ് അലി സാറിനെ ഓപ്പണിംഗ് റിമാർക്സിനായി സംസാരിക്കാനായി ക്ഷണിക്കുന്നു. Good afternoon, everyone. Let me begin in the name of God Almighty. I am so humbled that amidst this great gathering, we have Sri Acharya Yeshi Punshom, the special representative of His Holiness Dalai Lama, who has come with his message of peace on this auspicious occasion. We all know His Holiness Dalai Lama 14 has been championing for world peace and communal harmony. We can all follow his words of wisdom. The personal presence of our social and religious leaders are an inspiration to all of us. I welcome again each and every one of you to this auspicious occasion. To my dear audience,
your presence is a great source of strength, and definitely it will add and simplify our future actions. You know that you are going to witness this historic occasion of the public launch of the Council for Community Cooperation. India, our country, is the largest democratic secular nation, believes in Vasudhaiva Kudumbakam. The world is one family. The unity in diversity is our strength. Our history and constitution upholds freedom of religion and ensures dignity to all and to live without fear. As a citizen of India, we have the responsibility to abide by the law and be a contributor to the development of our nation. The 21st century world looks at India. The world needs India with its human resources, natural resources, and geopolitical presence. There is a tremendous potential to advance economically and technologically. This can be only achieved when there is a peace in the minds of people and they feel sense of security and they move together like the wheels of a vehicle. In the recent times, we have witnessed some unfortunate incident from various corners causing disturbances to the peaceful environment of our country. Our social media amplify these incidents, spreading fear, terror, and distress in the society. There are speculations detrimental to the peaceful and conducive environment in our civic lives. No matter how it surfaces, the soul of India cannot afford it because of our great tradition and culture and also the lessons that we have learned from the history. India is a confluence of all religions, races, cultural variants, rituals, art forms, and even recipes. With this diversity, we coexist harmoniously. We have been brought up with these experiences of celebrating each other's festival without any feeling of exclusivity, and the doors are open to each other without hesitation. The unity in diversity happens to be the greatest virtue as well as strength of India. This is what our Constitution upholds. The greatest lesson that one can follow in our life, the importance of establishing communication across different communities and with friends. Most of us met each other, those who are in the council, for the first time for this noble cause. And with the constant communication, our relationship has deepened, paving the way for a stronger collaboration. I am glad that most of our religious and social leaders are present here today, an opportunity to build the bond of friendship amongst themselves for maintaining regular communication. The Council for Community Cooperation is a joint forum to foster harmony and mutual respect among all sections of the society. Let me invite your attention to the call of our Prime Minister, Honorable Prime Minister, Sabka Saath, Sabka Vikas. That means together for everyone's benefit. It is a powerful message. Indeed, it envisions the historic growth of India and the welfare of all its citizens.
I urge strongly, and I strongly advocate, I urge and strongly advocate to include Sabka Vishwas, the trust, as well. So to read Sabke Saath, Sabke Vikas, Sabke Vishwas. It is important to establish the trust and confidence of all, and it must be inclusive. When trust exists, everything else follows. Peace, harmony, and progress. It was against this backdrop the Council has drawn up its vision, scope, and mode of engagement. Kerala has always been considered as the role model for its progressive outlook. It is a known fact that our state, Kerala, is hailed for its communal harmony, where the people of different identities live together in peace. The unique social fabric of Kerala, too, has been encountering challenges detrimental to its harmonious coexistence in the recent times. It is timely that we formalize endeavors like CCC to nip it in the bud itself. We want to reinforce communal harmony in Kerala, and this message should be carried across India. There is no room for hatred in Kerala, which we have demonstrated to the whole world, especially during the difficult and challenging times. Churches, temples, mosques, and even people's homes were sheltering everyone irrespective of religion during the floods and pandemic. Hunger has no religion. Disasters has no religion. Pandemic has no religion. Our focus should be on humanity and strengthening our system, which is the need of the hour. We need to spread the message of this initiative, sensitize the people, and it is our mission to transform this congregation into a mass movement to strengthen the harmonious coexistence. This message should be conveyed from the top leaders of different organizations and religious leaders to their followers and fans. And we all should work to build the trust and win the confidence of the people to live without fear and hold their head high. We have to weed out the cancerous elements from our society and reinforce communal harmony through constant interactions, communication, and interventions. This is the prime objective of CCC. Once again, I am thrilled that our enlightened leaders are present here to strengthen our initiative and guide us on our future plans. ഈ ചടങ്ങ് കേവലമായ ഒരു പ്രസംഗത്തിനും പ്രഭാഷണത്തിനും വാർത്തകൾക്കും അപ്പുറത്ത് ഹൃദയത്തിൽ രൂഢമൂലമാകേണ്ട ഉറച്ച തീരുമാനത്തിൻ്റെ ഒരു കൺവിക്ഷൻ്റെ കൂടി ബോധ്യപ്പെടലിൻ്റെ നിമിഷമാണ് ഈ പരിപാടി. അതുകൊണ്ട് തന്നെ ഒരു സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കേരളം രചിക്കുവാൻ ഏറ്റവും മനോഹരമായി തീർത്ത ഒരു പ്രതിജ്ഞാവാചകമുണ്ട്. ചെറിയ കാലത്ത് ക്ലാസ്സുകളിൽ, സ്കൂളുകളിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും ഓരോ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണെന്നും പറയുന്ന ആ മനോഹരമായ ബാല്യകൗമാരത്തിൻ്റെ അതിൻ്റെയെങ്കിലും ഒരു പ്രതിരോധം ഇന്ന് സമൂഹത്തിൽ ചുറ്റുപാടുകളിൽ കാണുമ്പോൾ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ അത്തരമൊരു പ്രഖ്യാപനം കൂടി നടത്തുകയാണ്. ഒരു ഡിക്ലറേഷൻ, ഒരു പ്രതിജ്ഞ. അത് ചൊല്ലുന്നത്, അവതരിപ്പിക്കുന്നത് എറണാകുളം കരയോഗത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട പി രാമചന്ദ്രൻ അവറുകളാണ്. ഇതിൻ്റെ സംഘാടനത്തിന് ഞങ്ങളോടൊപ്പം കഴിഞ്ഞ എത്രയോ നാളുകളായി ഒപ്പം കൂടി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പി രാമചന്ദ്രൻ അവറുകളെ ആ ദൗത്യം നിർവഹിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അദ്ദേഹം ആ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ നമ്മളും അത് ഏറ്റു ചെല്ലണമെന്ന്
വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദയവായി എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കേവലം ശബ്ദം കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ഈ വാക്കുകൾ ഉരുവിടണമെന്നും ഉച്ചരിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. കൈകൾ നിവർത്തി ആ പ്രതിജ്ഞാവാചകം അദ്ദേഹം ചൊല്ലുന്നതോടൊപ്പം ഏറ്റു ചൊല്ലണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരുമിച്ച് ഒരു വലിയ ദൗത്യത്തിന്, വലിയൊരു പ്രതിജ്ഞയ്ക്ക്, വലിയൊരു കാൽവെപ്പാണ്. ഞങ്ങളൊന്നോ നിങ്ങളൊന്നോ ഇല്ല, ഞാനെന്നോ നീയെന്നോ ഇല്ല. ഇവിടെ നമ്മളൊന്നാണ്. നമുക്കൊരുമിച്ച് ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ അക്രമങ്ങൾക്കും എതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഒരുമിച്ച് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ ഉദ്ഘാടന പ്രഖ്യാപനം. നമ്മൾ ഭാരതീയ പൗരന്മാർ ഭാരതത്തിൻ്റെ ഭരണഘടനയോടും അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളായ മതേതരത്വം, ജനാധിപത്യം, സമാധാനപരമായ സഹവർത്തിത്വം, മാനുഷ്യ മൂല്യങ്ങളുടെ ആദരവ്, ദേശീയ ഐക്യവും ബഹുസ്വരതയും, ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ എന്നിവയുള്ള കൂറും പ്രതിബദ്ധതയും പ്രഖ്യാപിക്കുന്നു. ഈ ഐക്യദാർഢ്യത്തിൽ വിവിധ മതങ്ങളുടെ പ്രതിനിധികളും സാമൂഹിക കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരായ നമ്മൾ പൊതുനന്മ എന്ന ഉത്തമ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ എന്ന സംഘടനയുടെ ഉദ്ഘാടനം ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉജ്ജ്വലമായ വാക്കുകളാണ് ഇവിടെ നാം ഉരുവിട്ടത്. അത് ഹൃദയത്തിൽ നിന്നാകണം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും വാക്കുകളിലും ആശയങ്ങളിലുമൊക്കെ ചേർന്ന് നിൽക്കലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമുയരട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ലോക സമാധാനത്തിൻ്റെ സന്ദേശവാഹകൻ ഹിസ് ഹോളിനസ് ദലൈലാമയുടെ സന്ദേശമാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നേരിട്ട് ക്ഷണിക്കുകയും അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഏതാണ്ട് 90ഓളം വയസ്സുള്ള അദ്ദേഹത്തിന് ഇത്രമേൽ ദൂരം സഞ്ചരിക്കുന്നതിൻ്റെ പ്രയാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ആചാര്യ യഷി ഫുൻസ്റ്റോക്ക് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടിബറ്റൻ പാർലമെൻറ്റ് ഇൻ എക്സൈൽ അതിൻ്റെ ഫോർമർ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ഏതാണ്ട് 28ഓളം രാജ്യങ്ങളിൽ ഇൻ്റർഫെയ്ത്ത് റിലീജിയസ് കമ്മ്യൂണിക്കേഷൻസിനായി നിരവധി അന്താരാഷ്ട്ര വേദികളിൽ UN-ലടക്കം വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനാണ് അദ്ദേഹം. സെൻട്രൽ കൗൺസിൽ ഓഫ് ടിബറ്റൻ മെഡിസിൻ്റെ അഡ്വൈസറാണ്. ഇൻഡോ ടിബറ്റ് ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ്റെ അഡ്വൈസറാണ്. ഭാരത് ടിബറ്റ് സഹയോഗ് മഞ്ചിൻ്റെ സീനിയർ അഡ്വൈസർ അടക്കം നിരവധി പദവികൾ അലങ്കരിക്കുന്ന അദ്ദേഹത്തെ ഹിസ് ഹോളിനസ് ദലൈലാമയുടെ സന്ദേശം വായിക്കുന്നതിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനുമായി ഞാൻ ഏറ്റവും ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. I am heartily welcoming Acharya Yeshii Funstock to read the message of Holy Dalai Lama. Sanje chodo zoge sonam lo changjo bodo thamne gyapso je dagi jeso jebe dida gi rola penje sanje ndobor shu sanje chodam zoge sonam lo changjo bodo thamne gyapso je dagi jeso jebe dida gi rola penje sanje ndobor shu sanje chodam zoge sonam lo changjo bodo thamne gyapso je dagi jeso jebe dida gi rola penje sanje ndobor shu Namo tasya bhagavato arahato samma sambuddhassa Namo tasya bhagavato arahato samma sambuddhassa
Namo tasya bhagavato arahato samma sambuddhaya. Most Reverend all the religious Dhamma, the teachers, honorable scholars, intellectuals, the gatherings of this special convention, seminar, or religious conference, on the matters of the peace and social harmony, which is organized by CCC. It is my pleasure to be here. For the last 2 weeks back, Father Biju P. Thomas ji, Sadhu ji and Rahim ji has contacted me on the special programs of this inter-religious conference, and particularly I'm very glad and happy to be here as a disciples of His Holiness the Dalai Lama, and then the followers of the Tathagat Buddha, Shakya Muni. This is my first time in Kerala. Born in India, studied in India, and living in India as an exile. But I've been toured in many countries and many places, and most of the Indian states. But today, my first visit in Kerala is such a good opportunity for me to attend and to present such a religious conference and for the universal peace. Not only the attendance of this convention, and tend to read out His Holiness the 14th Dalai Lama's message of this convention. First, I am going to read out His Holiness the Dalai Lama's message for this occasion. Dalai Lama message. All major religions convey the same message of Karuna, love and compassion. One of my long commitment is to promote the religious harmony. Accordingly, I have been promoting greater awareness among the different religious traditions through interactions with religious leaders and education of the general public. I feel religious tradition can take the lead in taking a society in a positive direction. Through better awareness, we can generate the feeling of oneness of humanity and contribute towards peace in the world. I am glad to learn that a Council for Community Cooperation in Kerala is taking initiative to work for social and religious harmony. India has a long tradition of coexistence of different religious traditions. India is therefore in a very good position of contribute to promoting the religious harmony across the world. With my prayers and good wishes, Dalai Lama, 22nd June
2023. I am not going to take a long speech because you have numerous religious leaders from the various major religions. I am very grateful, and I have been in numbers of religious conferences and numerous inter-religious conferences. And just recently, Sarva Dharma Sansad, the committee we have in Delhi, Father Thomas knows very well. We went to show the sympathy of these Manipuri, the peoples who are suffering at the present. We met the governor. We prayed in the governor's house for the peace and harmony in the society. Just like similar to, we have been taking an oath in Jantar Mandar, 30th of May, Sarvadharma Sansad, the entire the religious representative were attended, and we took a same oath taking to preserve the cultural tradition, heritage, and peace and harmony in the community, in this universal. In India or in the universal, there is a 10 major religion. And particularly in India, I met all the 10 major religious leaders in Delhi. Among the religion, there is also different schools. Yes, of course, in the Buddhism, we have two schools, Theravada and Mahayana. Therefore, I prayed in the beginning of both the traditions in Tibetan to refuse the Shakyamuni, and in the Sanskrit and Pali, I have recited as a tribute or prayed the Tathagat Buddha. Namo tasya bhagavato arahato samveka sambuddhasya. It is not in Tibetan, it is in your country's language. I am always keep saying, without the adhyatmic, without the traditional education, the modern education is nothing. Will provide for the well-being, for the society, harmony and peace. More or less, if you will go through only the modern education, it is more or less like a suicide education. That I always keep saying. Because I have gone through both education. I did a modern education from the central school to this Banaras University, Sampurna Sanskrit University. Today I am speaking in English in front of your gathering, this gathering. Otherwise, normally in the Indian community, I used to speak in Hindi language. मैं हिंदी में अपने वाणी को आप लोगों के समक्ष में प्रस्तुत करने का मैं चेष्टा करता हूँ. But because the India has a huge language, huge traditional, rich traditional, so therefore I just asked our previous speaker which language I can use in this gathering. And then respected told me that you can try to speak English. But normally, English language is not your mother tongue, not my mother tongue. Sometimes मैं कहता हूँ कि अंग्रेजी तो हम लोगों को थोप दिया. You have your Kerala language, yes, very sweet language. मैं अभी when I was heard about when we're taking an oath, I am getting all the languages, like you are taking an oath on the social, cultural, tradition, public, people, universal harmony. That I heard as in the pronunciation.
Yeah, that is all in English. So therefore, His Holiness has also mentioned here universal responsibility. And then the Tathagat Buddha's teaching is not only taught about the human being, not only talk about the human being, all the sentient being, Today we are just talking about the human rights, humanity, human peace, mano ki sukh, mano ki chinta, not only taught the human problems. Buddha has taught about all the sentient being. We have to become a human being, not only among the human community, but for all the sentient being. सभी समस्त के लिए, संपूर्ण के लिए, that has taught in Tathagat Buddha's teaching. I'm luckily not only I've studied the Buddhism. When I was in Sarnath, I have studied the whole world constitution. I have written a 250 countries constitution in my language, on my language, in Tibetan. In there we have 250 nations, 50 countries in this universal. Among the 250 countries, only 12 nations is undemocratic country, but rest of the countries are democratic nation, like in your country, like in India. Constitution always taught us to follow the rules and regulation, to follow the articles. Then you will not become a prisoner. Then you will never be punished. Then you will never arrest. Same thing religion taught us, to follow the religion, mechanism, thought, ideology, concept. Then you will become a great priest. You will become a great teacher. You will become a good human being. You will try to get more virtues and more compassion, more love, more kindness. And then as a religious people, religious leader, we should not only in the scenario of on the monastery or temple or church, we must now to get down in the public, particularly for the younger generation. Just giving a lecture is nothing. Just giving a teaching is nothing if you are not a practical in this century. Sometimes I feel this is the unfortunate because too many inter-religious convention is trying to organize. Why? In earlier that is not necessary. Earlier I never saw this inter-religious conference, but after the 90s, I saw, and we need a more inter-religious conference. This is the lacking of our contribution. So therefore His Holiness mentioned, religious leaders should be contribute physically, not only the mentally, practically. With these few words, I really thanks to the organizer. I appreciate the organizer. Such a huge gathering, not only the senior citizens, there's a numbers of younger generations. I'm always keep saying, if you can go through the 1947 to till the date, I think very rare Indian freedom fighters are left. Many of them, they never saw the freedom movement. After the independence, most of are born in India. Numbers of the senior citizens before the independence, I think, or more or less, only 20% is left in India. So now the second generation and the third generations have a much and more responsibility how to preserve and how to constantly and how to continue how to hand over to the younger generation. That is the most important. Not only the India, but the global, entire the universal. With these few words,
Once again, I would like to thanks to the organizer and Jai Jagat, Jai Bharat, Jai Dharam, Jai Tibet. Thank you. Thank you for your informative and inspirational words. പ്രിയപ്പെട്ട ദലൈലാമയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്ന ആചാര്യ യഷീസ് ഫുൺസ്റ്റിക്കിന് പ്രിയപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങൾ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഉപഹാരം നൽകുന്നു. നാം നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ഒരു രേഖയായി മാറ്റിയിട്ടുണ്ട്. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന കേരളത്തിൻ്റെ മതമേലധ്യക്ഷന്മാരും അതോടൊപ്പം തന്നെ വിവിധ സാമുദായിക സാമൂഹിക സംഘടനകളെ പ്രതിനിധീകരിക്കുന്നവരും ആ രേഖയിൽ അവരുടെ ഹൃദയമുദ്ര ചാർത്തുന്നു, കയ്യൊപ്പ് വെക്കുന്നു. അതിനുശേഷം ബാക്കി പ്രഭാഷണങ്ങൾ തുടരും. വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കും. ഓരോരുത്തരും 4-5 മിനിറ്റുകൾക്കകം ഏറ്റവും ലളിതസാര സമ്പൂർണ്ണമായി അവരുടെ വാക്കുകൾ അവസാനിപ്പിക്കും. സമയബന്ധിതമായി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്യും. അവസാനം എല്ലാ പങ്കെടുത്തവരും ഈ സദസ്സിലിരിക്കുന്നവരും ചേർന്നുള്ള മനോഹരമായ കേരളം നാളെ കാണേണ്ട, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ചിത്രമെടുക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. അതുകൊണ്ട് സാധാരണ പോലെ പരിപാടികളുടെ ഇടയിൽ ദയവായി കേൾക്കുന്നവർ പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുന്നു. അടുത്തതായി ഈ രേഖയിൽ ബഹുമാന്യരായ സാമുദായിക സാമൂഹിക മതമേലധ്യക്ഷന്മാരും അവരുടെ പ്രതിനിധികളും ഈ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുന്നു. ഈ നിമിഷത്തെ സാക്ഷിയാക്കി, ഈ സമയത്തെ സാക്ഷിയാക്കി നാളെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആ കയ്യൊപ്പും ആ രേഖകളും ബാക്കിയാവും. നമ്മൾ ഭാരതീയ പൗരന്മാർ ഭാരതത്തിൻ്റെ ഭരണഘടനയോടും അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളായ മതേതരത്വം, ജനാധിപത്യം, സമാധാനപരമായ സഹവർത്തിത്വം, മാനുഷിക മൂല്യങ്ങളോടുള്ള ആദരവ്, ദേശീയ ഐക്യവും ബഹുസ്വരതയും, ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ എന്നിവയോടുള്ള കൂറും പ്രതിബദ്ധതയും പ്രഖ്യാപിക്കുന്നു. ഈ ഐക്യദാർഢ്യത്തിൽ വിവിധ മതങ്ങളുടെ പ്രതിനിധികളും സാമൂഹ്യ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായ നമ്മൾ പൊതുനന്മയെന്ന ഉദാത്ത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോ ഓപ്പറേഷൻ എന്ന സംഘടനയുടെ ഉദ്ഘാടനം ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദരണീയനായ അധ്യക്ഷൻ, സാമുദായിക സാംസ്കാരിക ഇടങ്ങളിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ആശയങ്ങളും വാക്കുകളുമൊക്കെ തീർക്കുന്ന ബഹുമാന്യനായ ഹിസ് ഹൈനസ് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ അവറുകളെ അദ്ദേഹത്തിൻ്റെ സ്നേഹപ്രഭാഷണത്തിനായി ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ വ്യക്തികളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങളും, കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഭാരതത്തിൻ്റെ സംസ്കാരം മതസൗഹാർദ്ദത്തിൻ്റെയും പരസ്പരമുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയുമാണെന്നുള്ളത് പ്രത്യേകിച്ച് ആരെയും പഠിപ്പിക്കേണ്ടതില്ല. ആ സംസ്കാരത്തിൻ്റെ ആഴമായ അടിസ്ഥാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഭരണഘടന രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ പൗരനും സമത്വവും സ്വാതന്ത്ര്യവും സഹോദര്യവും നീതിയും ഉറപ്പാക്കണം എന്നുള്ളതാണ്.
അങ്ങനെയുള്ള വീക്ഷണം ഈ ഭാരതത്തിൻ്റെ അടിത്തറയാണ്. അതിൻ്റെ വികസനമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മറ്റ് വകുപ്പുകളെല്ലാം. ഈ 4 കാര്യങ്ങളും ആംപ്ലിഫൈ ചെയ്യുന്നതാണ് എന്ന് ഭരണഘടന പഠിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ അടിസ്ഥാന തത്വങ്ങൾക്ക് പലതരത്തിലുള്ള അപജയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം എല്ലാവരും കാണുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ഭാരത സംസ്കാരത്തെ പുനർജീവിപ്പിക്കുന്നത് എന്ന് നാം എല്ലാവരും തന്നെ കുലങ്കഷമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഡോക്ടർ പി മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ എന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. എനിക്ക് വളരെ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന, ഇതിന് ബീജാപാവം ചെയ്തതായ എല്ലാ വ്യക്തികളെയും വളരെ ഹൃദയംഗമായി പ്രശംസിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കാം. കാരണം സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആത്മാവ് രോദനം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൊരാശ്വാസം നൽകുവാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ഉടലെടുക്കുന്നുവെന്നുള്ളത് വലിയൊരു വെള്ളി വെളിച്ചം നമുക്ക് നൽകുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച നമ്മുടെ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള സമാധാന സ്ഥാപനത്തിനും ഉതകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, പീസ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്മൈലിംഗ്. ഇന്ന് പരസ്പരം വൈരമായി നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് തമ്മിൽ പരസ്പരം ചിരിക്കുവാനും ആ ചിരിയിൽ കൂടി സമാധാനം സ്ഥാപിക്കുവാനും സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ഈ സമിതി രൂപപ്പെടുത്തുമെന്നുള്ളതിൽ വളരെയധികം നമുക്ക് പ്രത്യാശയുണ്ട്. ഈ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ മലങ്കര സഭ എന്നും തയ്യാറാണ് എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഫോഴ്സ് cannot implement peace, only mutual understanding. പരസ്പരമുള്ളതായ മനസ്സിലാക്കലാണ് സമാധാന സ്ഥാപനത്തിനാവശ്യം. ഇന്ന് പരസ്പരം മനസ്സിലാക്കാതെയും സത്യവും നീതിയും അറിയാതെയും പരസ്പരം പോർവിളിച്ച് സമാധാന ഭഞ്ജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എല്ലാ മതവിഭാഗങ്ങളിലും, എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും, എല്ലാ സാംസ്കാരിക വിഭാഗങ്ങളിലും എല്ലാം ഈ അസ്വാരസ്യത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ മുന്നോട്ടുള്ളതായിരിക്കുന്ന ഈ തരത്തിൽ ഈ സമൂഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ അരാജകത്വത്തിലേക്ക് സമൂഹം വഴുതിപ്പോകുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ വഴുതിപ്പോകാതിരിക്കുവാനായിട്ട് ഇവിടെ ഈ ഒരു സംഘടന രൂപപ്പെടുന്നു എന്നുള്ളത് വളരെ ആശാവഹമായിരിക്കുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, അവർ ഫോക്കസ് ഈസ് ഓൺ ദ ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. മനുഷ്യനെയാണ് ഞങ്ങൾ കാണുന്നത്, മതങ്ങളെയല്ല.
മതങ്ങൾക്കപ്പുറമായിരിക്കുന്ന ഒരു മനുഷ്യത്വം ലോകത്തിലുണ്ട്. ഏതു മതത്തിൻ്റെ വിശ്വാസമെടുത്താലും ഒരു മതത്തിലും പലതരത്തിലുള്ള മനുഷ്യനെ ഉണ്ടാക്കിയതായി ഒരു ചരിത്രവുമില്ല. മനുഷ്യനെല്ലാം ഒരു ഉറവിൽ നിന്നാണ്. ആ ഒരു ഉറവിൽ നിന്നുണ്ടായ മനുഷ്യർ എല്ലാവരും ബ്രഹ്മാവെന്നോ ദൈവമെന്നോ പിതാവെന്നോ അള്ളാഹുവെന്നോ എന്ത് പറഞ്ഞിരുന്നാലും അവിടെ നിന്നുണ്ടായിരിക്കുന്ന എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണെന്നുള്ള അടിസ്ഥാന തത്വമാണ് ഹ്യൂമാനിറ്റിയെ കരുതുക എന്നുള്ളത്. മറ്റുള്ളവൻ്റെ സമാധാനവും സന്തോഷവും മറ്റുള്ളവൻ്റെ ദുഃഖരഹിതവുമായ ജീവിതവും ഇല്ലാത്തിടത്തോളം എൻ്റെ സന്തോഷത്തിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, അതാണ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്രകാരം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രംഗമാണ് നമുക്കുള്ളത്. പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും കഴിഞ്ഞ ഒരു സംസ്കാരത്തിൻ്റെ മക്കളാണ് നമ്മൾ. അത് തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായിരിക്കുന്ന സംഗതിയാണ്, സംശയമൊന്നുമില്ല. മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹപ്രവർത്തികൾക്ക് വേണ്ടി ഈ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നതായ സമയത്ത് ഈ രാജ്യം പരദീസയാകും, ഉദ്യാനമാകും. ഈ ഭാരതം അതിൻ്റെ അന്തസത്ത വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. ഇതിൻ്റെ പ്രവർത്തകർക്ക് ഇടയാവട്ടെ. അവരോടുള്ള എല്ലാ അനുകൂല പ്രതികരണങ്ങളും എല്ലാ മതങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ. അതിനുള്ള വിജയം നേർന്നുകൊണ്ടും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ബഹുമാന്യനായ ഹിസ് ഹോളിനസ് ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ്റെ ഏറ്റവും ഹൃദ്യമായ മനോഹരമായ വാക്കുകൾക്ക് നന്ദി. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷനു വേണ്ടി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ബഹുമാന്യനായ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തിരുമേനിക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. അടുത്തതായി കേരളത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ തണലായ മുസ്ലിം സമുദായത്തിൻ്റെ അഭിവന്ദ്യനായ പൊതുസമ്മതനായ നേതാവ്, ബഹുസ്വരതയുടെ കരുത്തനായ വക്താവ്, സമൂഹം ഒന്നടങ്കം ബഹുമാനിക്കുന്ന ബഹുമാന്യനായ പാണക്കാട് തറവാടിലെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിൻ്റെ സ്നേഹവചനങ്ങൾക്കായി കാത്തിരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള കേരളത്തിൽ നിന്നും പുറത്തു നിന്നുമുള്ള വിവിധ മത സാമൂഹ്യ മേഖലകളിലെ പണ്ഡിതന്മാരും ശ്രേഷ്ഠരുമായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ കൂടിയ പ്രിയ സഹോദരി സഹോദരന്മാരെ, കാലത്തിൻ്റെ വിളി കേട്ട് ഒരുമയുടെ താളം തീർക്കുകയാണ് ജൂലൈ 1 ഈ സുദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ എന്ന പേരിൽ ഏതാണ്ട് ഒരു വർഷത്തോളമായി ഈ കൂട്ടായ്മയുടെ പണിപ്പുരയിലായിരുന്നു നമ്മളിൽ പലരും. ആദരണീയനായ ഡോക്ടർ മുഹമ്മദ് അലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ പല തവണകളിലായി ഇവിടെ ഇന്ന് പോസ്റ്റായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും പണ്ഡിതന്മാരുമെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചർച്ചകളും കൂടിയാലോചനകളും നടത്തി ഈ അനിവാര്യതയെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു. ഇന്നേ ദിവസം സർവശക്തൻ്റെ അനുഗ്രഹത്താൽ അതിൻ്റെ പ്രഖ്യാപനത്തിന് നമുക്ക് സാധിച്ചിരിക്കുകയാണ്.
ആചാര്യ യഷി ഫുൻസ്റ്റോക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഇത് മനുഷ്യരാശിയുടെ ആവശ്യമാണ്. ഒരുമയും സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയുമെല്ലാം പങ്കുവെക്കുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ ആജന്മ വികാരമാണ്. അതിനെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ആജന്മ വികാരത്തിന് എതിരുമാണ്. ഒരു ദൈവം, ഒരേ പിതാവിൻ്റെ മക്കൾ, അതിൽ വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ടാകും, വിവിധ വർഗങ്ങളും വർണ്ണങ്ങളും വസ്ത്ര രീതികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സമൂഹമുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചാൽ നമ്മളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്, ആദം സന്തതികളാണ്, ആദമിൻ്റെ മക്കളാണ്. അപ്പം ആ സാഹോദര്യം അത് മനുഷ്യരാശിക്ക് മാത്രമേ അവകാശപ്പെടാനുള്ളൂ. ലോകത്ത് മറ്റു പല ജീവജാലങ്ങളും ഉണ്ടല്ലോ. ആ ജീവജാലങ്ങളെക്കുറിച്ചൊന്നും അത്തരമൊരു പരാമർശം എവിടെയുമില്ല. ഏതെങ്കിലും ഒരു ജീവിയുടെ മക്കളാണ് അവർ. അവരാട്ടെ മനുഷ്യനേക്കാളും ശക്തിയുള്ളവരാണ്, വേഗതയുള്ളവരാണ്, ചിലപ്പോൾ മനുഷ്യനേക്കാളും കൂടുതൽ ആയുസ്സുള്ളവരുമാണ്. എന്നാൽ മനുഷ്യന് മാത്രമേ ഒരു പിതാവിൽ നിന്നുള്ള ആ ഒരു അടിവേര് അവകാശപ്പെടുവാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മരങ്ങൾ നടുമ്പോൾ, ഒരു കവി പറഞ്ഞതുപോലെ, മരങ്ങൾ നടുമ്പോൾ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു അകലം പാലിച്ചുകൊണ്ടാണ് മരങ്ങൾ നടാറുള്ളത്. പക്ഷേ നമ്മുടെ കാഴ്ചക്കപ്പുറത്ത് മണ്ണിനടിയിൽ ആ മരങ്ങളുടെ വേരുകൾ തമ്മിൽ കൂടിക്കുഴയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവയുടെ നിലനിൽപ്പിന് അതാവശ്യമായിരിക്കും. എന്നതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ ഓടുന്നു, മനുഷ്യർ നെട്ടോട്ടം ഓടുകയാണല്ലോ ജീവിതസന്ധാരണത്തിന് വേണ്ടിയുള്ള യാത്രയിൽ. ഒരുപാട് പേര് പ്രവാസികളായിട്ടുണ്ടാവും. നാട്ടിലുള്ളവർ തന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും. ചിലർ ധനവാന്മാരായി മാറും, ചിലർ ഇടത്തരക്കാരായി മാറും, ചിലർക്ക് അങ്ങോട്ടൊന്നും എത്തിപ്പെടാനും പറ്റുകയില്ല. അങ്ങനെയുള്ളവരും ഉണ്ടാകും. പക്ഷേ ഈ വ്യത്യസ്തതകൾക്കിടയിലും നമ്മൾ ഒരുമിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളും നേരിടുമ്പോഴാണ് അത് എന്ന് മാത്രം. സുഖസൗകര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരുമയെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ പോകും. പക്ഷേ ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രത്യാഘാതമായി വരുമ്പോൾ അവിടെ നമ്മൾ ഒരുമിക്കാറുണ്ട് എന്നുള്ളതാണ്. അവിടെ ധനവാനെന്നോ ഇല്ലാത്തവനെന്നോ ഇടത്തരക്കാരനെന്നോ വ്യത്യാസമില്ലാതെ. കേരളം അതിന് ഏറ്റവും നല്ല ഉദാഹരണവുമാണ്. കേരളത്തിൽ നമുക്ക് മറക്കാറായിട്ടില്ല, 2 തവണ ഇവിടെ പ്രളയം ആഞ്ഞടിച്ചപ്പോൾ ആ പ്രളയത്തിൽ മനുഷ്യർക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ അവിടെ എല്ലാവരും ഒരുമിച്ചു, പരസ്പരം സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഇപ്പോൾ കൊറോണയുടെ ആ ഓർമ്മ നമുക്ക് വിട്ടുമാറിയിട്ടില്ല. കോവിഡിനെ നമുക്ക് അതിജീവിക്കുവാൻ കഴിഞ്ഞതും വൈദ്യശാസ്ത്രത്തിൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. ലോകത്തെമ്പാടുമുള്ള ഭരണകൂടങ്ങൾ പോലും നിശ്ചലമായ ആ സന്ദർഭങ്ങളിൽ അവിടെയും മനുഷ്യൻ്റെ കൂട്ടായ്മയാണ് ആശ്വാസം പകരുന്നതിന് വേണ്ടി രംഗത്ത് വന്നത്. അവിടെ നമ്മൾ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണങ്ങളോ ഒന്നും നോക്കിയില്ല. അവിടെ നമ്മൾ ഒരുമിച്ചു. നമ്മുടെ അടിവേരുകൾ നമ്മൾ അറിയാതെ തന്നെ കൂടിച്ചേർന്നു എന്നുള്ളതാണ്. ഒരു പിതാവിൽ നിന്നുള്ള മക്കളാണ് എന്ന ആ അടിവേരിലേക്ക് നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മെ ചെന്നെത്തിച്ചു എന്നുള്ളതാണ്.
ആ മനസ്സിലേക്ക് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ എന്ന പേരിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഈ പുതിയ കൂട്ടായ്മയിലൂടെ പുതിയ കാലഘട്ടത്തിൽ പുതിയ സമൂഹത്തിന് നമുക്ക് നൽകുവാനുള്ളത്. നമുക്ക് കൂടുതൽ സ്നേഹിച്ചുകൊണ്ട്, നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയും, പക്ഷേ നമ്മൾ കൂടുതൽ സ്നേഹിക്കുക എന്നാണ് നമുക്ക് നൽകുവാനുള്ള സന്ദേശം. ആ സ്നേഹത്തിൻ്റെ സഞ്ചാരത്തിലൂടെ നമുക്ക് പുതിയൊരു കേരളത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അതിവിടെ സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അഗൈതവുമായ ഹൃദയംഗമമായ കൃതജ്ഞതയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രളയത്തിലും പ്രയാസത്തിലും മാത്രമല്ല, സ്നേഹത്തിലും സന്തോഷത്തിലും നല്ല കാലത്തും ചേർന്ന് നിൽക്കണമെന്ന ഏറ്റവും മനോഹരമായ സന്ദേശം നൽകിയ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നന്ദി. ഈ ചടങ്ങിൻ്റെ ഒരാദരവെന്ന നിലയിൽ, സന്തോഷമെന്ന നിലയിൽ ബഹുമാന്യനായ മെട്രോപൊളിറ്റൻ ഡോക്ടർ യാക്കോബ് മാർ ഐറാനിയസ് പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഉപഹാരം കൈമാറും. താങ്ക് യു. ഇരുൾ നിറഞ്ഞ കാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെയും ചിന്തകളുടെയും വെളിച്ചം പകർന്ന പ്രിയപ്പെട്ട വിവേകാനന്ദ സ്വാമികളുടെ നാമധേയത്തിലുള്ള യോഗാസന കേന്ദ്രത്തിൻ്റെ പ്രസിഡൻറ്റും രാജ്യത്തറിയപ്പെടുന്ന വേദപണ്ഡിതനും രാമകൃഷ്ണ മിഷനിലെ പൂർവ്വ സന്യാസിയുമായ സ്വാമി പുരന്ദരാനന്ദ മഹാരാജ് അവറുകളെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ വാക്കുകൾക്കായി ക്ഷണിക്കുന്നു. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഒരു സമ്മേളനമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കി അത് ജീവിതത്തിൽ എന്നും ഒരു പ്രകാശമായി തീരണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യവും ചിന്തിക്കാറുണ്ട്. അതിനുവേണ്ടി പല മീറ്റിങ്ങുകൾ കൂടും. ആ മീറ്റിങ്ങുകളൊക്കെ കുറേ കഴിയുമ്പോൾ അങ്ങ് അവസാനിക്കും. അങ്ങനെ അവസാനിക്കാതെ ഇതൊരു സ്ഥായിയായിട്ട് കേരളത്തിൽ എന്നും നിലനിന്ന്, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രകാശം പ്രകാശിക്കുവാൻ ഇടയാവട്ടെ. അതിന് ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. ലളിതസുന്ദരമായി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, പ്രത്യാശയാണ് പങ്കുവച്ചത്. ഇതിവിടം കൊണ്ട് അവസാനിക്കേണ്ടതല്ല. കേരളത്തിൽ മുഴുവൻ വളർന്ന് പന്തലിച്ച് സ്ഥായി ഭാവത്തോടെ നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് അദ്ദേഹം ആശംസിച്ചത്. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഉപഹാരം സിറോ മലബാർ സഭയുടെ PROയും ഇതിൻ്റെ പ്രധാന സംഘാടകരിൽ ഒരാളുമായ ഫാദർ ആൻ്റണി വടക്കേക്കര അദ്ദേഹത്തിന് കൈമാറുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതനായ നേതാവും ചിന്തകനും പണ്ഡിതനും പ്രഭാഷകനുമൊക്കെയായ ചെമ്മാട് ദാറുൽ ഹുദ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാരഥി കൂടിയായ ഡോക്ടർ വഹാവുദ്ദീൻ കൂരിയാട് അവറുകൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനും സംരക്ഷകനും സർവരുടെയും ഐഹിക പാരത്രിക പാകതയങ്ങൾ നിർണ്ണയിക്കുന്നവരുമായ മഹശക്തി അവൻ്റെ അനുഗ്രഹം, സമാധാനം, ശാന്തി നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. മാനവികതയിൽ അധിഷ്ഠിതമായ ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട്, ഒരു പ്ലാറ്റ്ഫോം കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിരിക്കുകയാണ്. വളരെ സമ്പന്നമായ, വ്യാപകമായ, ഫലപ്രദമായ, ആരോഗ്യകരമായ, ചിന്തോദ്ദീപകമായ പ്രവർത്തനങ്ങൾ ഈ കൗൺസിലിന് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന് നിർവഹിക്കാൻ കഴിയും, അഥവാ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും പ്രസക്തമായ, പ്രധാനമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ മൂലഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ മാനവികതയിലും മനുഷ്യത്വത്തിലും അധിഷ്ഠിതമായ ദർശനങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്.
പലയിടത്തും ഖുർആൻ അഭിസംബോധന ചെയ്യുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മാനവ സമൂഹമേ, മർത്യ സഞ്ചയമേ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. മാനവികതയുടെ അതിവിപുലമായൊരു ദർശനമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെല്ലാവരും ജനിച്ചിട്ടുള്ളത് ഒരു പിതാവിൽ നിന്നാണ്, ഒരു മാതാവിൽ നിന്നാണ്. നിങ്ങളെല്ലാം ആ ഐക്യം കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്നാണ് ഇവിടെയുള്ള ആഹ്വാനം. എല്ലാ ജനങ്ങളോടും നിങ്ങൾ നല്ലത് പറയണം, ഉദാത്തമായത് മാത്രമേ നിങ്ങൾ ആശയവിനിമയം നടത്താവൂ. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, അല്ലയോ മനുഷ്യ എന്നാണ് യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൻ നാസ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സുദിനം മുതൽ നാം ഇതിൻ്റെ ഗുണകാംക്ഷികളാകണം, സഹായികളാകണം, സഹകാരികളാകണം. അങ്ങനെ മാനുഷിക സൗഹൃദം പൂത്തുലയണം. ജാതിയും മതവും വിശ്വാസങ്ങളിലുള്ള വൈജാത്യങ്ങളുമൊക്കെ പിൽക്കാലത്ത് ചില അനിവാര്യമായ കാരണങ്ങളാൽ ഉണ്ടായതാണ്. ബുദ്ധ മതം 2 വിഭാഗമാണെന്ന് നമ്മുടെ വിശിഷ്ടാതിയോട് പറയും. മഹായാന ബുദ്ധമതം, തേരവാദ ബുദ്ധമതം. മുസ്ലിങ്ങൾ ഷിയ സുന്നി എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ എല്ലാ മതങ്ങളിലും വിവിധ വിഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ജന്മ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ ചരിത്രപരമായ അതിൻ്റെ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനതിലേക്ക് കിടക്കുകയല്ല. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളൊക്കെ മനുഷ്യരാണ്. അതൊരനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ്റെ പുത്രന്മാരാണ്, മാനവിക ദർശനം വെച്ചു പുലർത്തുന്ന സഹോദരങ്ങളാണ് എന്ന് നിരന്തരമായി നാം ചിന്തിക്കുകയും ആലോചിക്കുകയും അതിനനുസൃതമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും മനുഷ്യർ എന്ന നിലക്കുള്ള ഒരു ഏകതാബോധം നമുക്കുണ്ടാവുകയും വേണം. ഈ പ്ലാറ്റ്ഫോം കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ അതിന് ഏറ്റവും ശക്തമായ ഒരു മാധ്യമവും നിദാനവും വഴിയും മാർഗവും മാധ്യമവും ആകുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ വഹാബുദ്ദീൻ കൂരിയാട് അവറുകൾക്ക് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം അവറുകൾ സ്നേഹോപഹാരം നൽകുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് വാക്കുകൾ കൊണ്ടും കർമ്മം കൊണ്ടും ഈ സമൂഹത്തിലെ ചരിത്രമാക്കി മാറ്റിയ, സ്വാധീനിക്കുകയും പ്രബോധനം നടത്തുകയും ഒക്കെ ചെയ്ത മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിവഗിരി മഠത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ബഹുമാന്യനായ സ്വാമി വിശാലാനന്ദ അവറുകൾ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ കൂട്ടായ്മയെന്ന് ഞങ്ങളും പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷം പകരുന്നതാണ്, പിന്തുണ വളരെ പ്രചോദനം നൽകുന്നതാണ്. ഈ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുവാൻ ബഹുമാന്യനായ സ്വാമി വിശാലാനന്ദ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൗഢഗംഭീരമായിരിക്കുന്ന മാന്യ സദസ്സിന് നമസ്കാരം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനം. മതമേതായാലും മനുഷ്യനെന്നായാലും മതി. പൊരുത് ജയിപ്പത് അസാധ്യം. ഒന്നിനോട് ഒരു മതവും പൊരുതാൻ ഒടുങ്ങുകയില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നൊക്കെ പറഞ്ഞ ഗുരുവിൻ്റെ സന്ദേശം ലോകസമാധാനത്തിനും ശാന്തിക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്ന, ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്കെല്ലാവർക്കും അതിനെ വളരെ ആദരവോടുകൂടി ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കാം ഈ ധന്യ മുഹൂർത്തത്തിൽ. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടിയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ്. നാം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യ ഇടയിൽ യാതൊരു തരത്തിലുള്ള വർഗീയതയും ഉണ്ടാകാൻ പാടില്ല. അത് ലോകത്തോട് പറഞ്ഞ ഒരു മഹാഗുരുവിൻ്റെ ശിഷ്യപരമ്പരയിൽ നിന്നും പഠിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇങ്ങനെയൊരു കൂട്ടായ്മ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. അതിവിടെ നമ്മുടെ പ്രിയപ്പെട്ട
ഡോക്ടർ ഗഫൂർ മുഹമ്മദ് അലി അവർകൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സമ്മേളനങ്ങളും ചർച്ചകളുമൊക്കെ നടത്തി. ഞാനും ആ ചർച്ചകളിലൊക്കെ ഇടയ്ക്ക് വന്നു ചേരാറുണ്ട്. ഈ പരിപാടിക്കും അവിടെ വന്ന് ക്ഷണിച്ചു. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ വളരെയേറെ സന്തോഷമുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഇതിനെ കരുതുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന എന്താണോ മനുഷ്യരിടയിലുള്ള മൂല്യങ്ങൾ, മനുഷ്യത്വം എന്ന മൂല്യം ഇല്ലാതായി പോകുമ്പോഴാണ് മതസംഘർഷം ഉണ്ടാകുന്നത്. അത് എങ്ങനെ നമുക്ക് വീണ്ടെടുക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നല്ല ആത്മപരിശോധന ചെയ്യേണ്ട സമയമാണിത്. അത് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നാം ഓരോ രീതിയിലും തലത്തിലും ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഏത് മതത്തിൽ പെടുന്നു, ഏത് ജാതിയിൽ പെടുന്നു എന്നുള്ള ചിന്തയാണ് നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഈ വേദിയിൽ വളരെ സൗഹൃദത്തോട് സന്തോഷത്തോടുകൂടി കഴിയുമ്പോൾ, പക്ഷേ പുറത്തുള്ള കോടാനുകോടി ജനങ്ങൾ ആ ഒരു സൗഹൃദത്തിലല്ല അവർ കഴിയുന്നത്. ലോകത്തിൻ്റെ സമാധാനവും സൗഹൃദവുമെല്ലാം ഇരിക്കുന്നത് നമ്മളിലാണ്. മനുഷ്യനിർമ്മിതമാണ് മതമെന്നറിയുക. അത് ഈശ്വരൻ്റെ സൃഷ്ടിയില്ല. ഒരു മതം ഒരു മനുഷ്യനെ നന്നാക്കാം, പക്ഷെ അതുപോലെ തന്നെ എന്താണ് അവനെ തൊലയ്ക്കുകയും ചെയ്യാം. മതങ്ങളിൽ ദോഷം കാണാൻ നമുക്ക് കഴിയില്ല. നല്ലതിനെ നമുക്ക് മതത്തിലുള്ള നല്ലതിനെ നമുക്ക് സംശീലിക്കാം. മതത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് വലിയ മഹാത്മാക്കളായിട്ടുള്ളവർ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കൊന്നും ഒരു തരത്തിലുള്ള ദോഷം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ദോഷങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ അരുവും മൂലയൊക്കെ പഠിച്ചവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസാഗരമാണ്, അറിവിൻ്റെ കേന്ദ്രമാണ്. അത് മഹാത്മാക്കൾ നമുക്ക് തന്നിരിക്കുന്ന വലിയ ആശയമാണ്. അതനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന സൗഹൃദം നിലനിൽക്കുകയുള്ളൂ. അതുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ വന്നു ചേരുന്ന ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും ജഗദീശൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സ്വാമിജി വിശാലാനന്ദ അവറുകൾക്ക് പ്രിയപ്പെട്ട മുഹമ്മദ് ഫൈസി ഓണംപള്ളി അവറുകൾ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ്റെ ഉപഹാരം നൽകുന്നു. ഈ കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിന് സമാദരണീയനായ സിറോ മലബാർ സഭയുടെ അമരക്കാരൻ കർദിനാൾ ആലഞ്ചേരി തിരുമേനിയുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഓരോ ഘട്ടത്തിലും എല്ലാ കാര്യങ്ങളിലും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതുമായിരുന്നു. എന്നാൽ അദ്ദേഹം രോഗാതുരനായി കിടക്കയിലായത് കാരണം ആ സഭയെ പ്രതിനിധീകരിച്ച് എത്രയോ വർഷങ്ങളായി മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടി ഒട്ടേറെ നന്മകൾ ചെയ്യുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ, സിറോ മലബാർ സഭയുടെ ഫാമിലി കമ്മീഷൻ്റെ മുൻ ചെയർമാൻ, അതോടൊപ്പം തന്നെ സിറോ മലബാർ ചർച്ച് കമ്മീഷൻ ഫോർ ദ ലൈറ്റിയുടെ ചെയർമാനുമൊക്കെ ആയിരുന്ന വലിയ മനുഷ്യസ്നേഹിയും പ്രകൃതി സ്നേഹിയും ഒക്കെയായ ബഹുമാന്യനായ മോർ മാത്യു അറയ്ക്കൽ പിതാവിനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീത വാക്കുകൾക്കായി ആദരപൂർവ്വം ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുള്ളവരാണ് നാം എല്ലാവരും. എന്നാൽ വ്യത്യസ്തതകൾക്കുപരിയായി നമ്മെ ഒന്നിപ്പിക്കുന്നത് മനുഷ്യത്വമാണ്. സാഹോദര്യത്തിൻ്റെ സന്ദേശം നൽകുവാൻ രൂപീകൃതമായ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ CCC എന്ന ഈ പുതിയ പ്രസ്ഥാനത്തിന് സിറോ മലബാർ സഭയുടെ പേരിലും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ പേരിലും എല്ലാ ആശംസകളും പിന്തുണയും ഞാൻ അറിയിക്കുന്നു. കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം, മതഭാഷ, സാംസ്കാരിക ഐക്യം
എന്നിവ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കുന്ന കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം ആവശ്യമാണ്. ഇന്ത്യയുടെ മതേതരത്വവും ജനങ്ങളുടെ പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തുകയും വിദ്വേഷ പ്രചാരകരെ ഒറ്റപ്പെടുത്തുകയും പൗരന്മാരെ ഉത്തരവാദിത്വബോധം വളർത്തിയെടുക്കുകയും സമൂഹത്തിൽ സദാചാര മൂല്യങ്ങൾ പരിപോഷിപ്പിക്കുകയും മദ്യം, മയക്കുമരുന്ന് മുതലായ സാമൂഹിക വിപത്തുകൾക്കെതിരെ യോജിച്ച് പോരാടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന രൂപം കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യവും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഭവവേദ്യമാകണം. സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നവസാമൂഹിക നിർമ്മിതിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അത്തരമൊരു സംവിധാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന CCCയുടെ എല്ലാ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും മഹത്തായ ഈ ആശയം ഇവിടെ ആരംഭിച്ച് എല്ലാ ഇടങ്ങളിലും എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ രക്ഷാധികാരിയും ആദ്യം മുതൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുമായ അതിവന്യ കർദിനാൾ മാർ ജാലഞ്ചേരി പിതാവ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അസുഖബാധയെ തുടർന്ന് ആശുപത്രിയിലായതിനാലാണ് എത്തിച്ചേരുവാൻ സാധിക്കാതെ വന്നത്. സീറോ മലബാർ സഭയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും മഹത്തായ ഉദ്യമത്തിന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി പിതാവെ. ഏറ്റവും മനോഹരവും ഹൃദ്യവുമായ വാക്കുകൾക്ക് ഈ സ്നേഹവും പിന്തുണയും തുടർന്നുള്ള യാത്രകളിലും എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഏറ്റവും മനോഹരമായി വാക്കുകൾ സംസാരിച്ച പ്രിയപ്പെട്ട പിതാവിന് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ ഡോക്ടർ ദിലീപ് കുമാർ അവറുകൾ ഉപഹാരം നൽകുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. 5 എന്നുള്ളത് 4 ആക്കി ചുരുക്കുന്നവർക്ക് പ്രത്യേക പാരിതോഷികവുമുണ്ട്. 3 ആക്കിയാലും ഏറെ സന്തോഷം. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് യാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ സഭയുടെ പ്രതിനിധി, ഓസ്ട്രിയയിലെ സാൽസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വേദപഠനത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച പിതാവ്, ഇപ്പോൾ അങ്കമാലി ഡയോസിസിൻ്റെ മെട്രോപൊളിറ്റനും മലങ്കര യാക്കോബൈറ്റ് സിറിയൻ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻറ്റുമാണ്. ബഹുമാന്യനായ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുന്നമേ തന്നെ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ ആശംസകളും എല്ലാ പിന്തുണയും നേരുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിനും സമാധാനപരമായ സഹവർത്തിത്വവും ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കപ്പെടുവാനും എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന പ്രമാണമായ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ആ വലിയ തത്വം ഉയർത്തിപ്പിടിക്കുവാനും ആർഷഭാരതത്തിൻ്റെ സംസ്കാരമായ വസുദൈവ കുടുംബവും കേരളത്തിൻ്റെ തനതായ സംസ്കാരമായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ള വലിയ തത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറുമെന്നുള്ള വലിയ പ്രതിജ്ഞ നമ്മുടെ ഈ കൂടിവരവിന് മുതൽക്കാട്ടായി തീരട്ടെ. അത് നാളത്തെ കേരളത്തിൻ്റെ മറ്റൊരു ചരിത്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെട്രോപൊളിറ്റൻ അവറുകൾക്ക് ബഹുമാന്യനായ P. രാമചന്ദ്രൻ അവറുകൾ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഉപഹാരം നൽകുന്നു. ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡൻറ്റും ഈയിടെ അതിൻ്റെ അമീറായി തിരഞ്ഞെടുക്കപ്പെട്ട താരതമ്യേന യുവാവുമായ പ്രിയപ്പെട്ട P. മുജീബ് റഹ്മാൻ അവറുകളെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഈ സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ച
മലയാളി വല്ലാതെ കുതിച്ച ഒരു പ്ലാറ്റ്ഫോമിനാണ് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ ആശയത്തെ നിങ്ങൾ നെഞ്ചേറ്റണം എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രഭാഷണമല്ല, നമ്മുടെ സാന്നിധ്യം തന്നെയാണ് ഈ വേദിയുടെ സന്ദേശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിൻ്റെ നടുമുറ്റത്ത് ഒരു വൃക്ഷത്തൈ നാം നട്ടുപിടിപ്പിക്കുകയാണ്. നല്ല ഔഷധ മൂല്യമുള്ള ഒരു വൃക്ഷത്തൈയാണ് നാം നട്ടുപിടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നാം അതിന് വെള്ളവും വളവും നൽകിയാൽ അത് വളർന്ന് പടർന്ന് പന്തലിക്കും. പരിസ്ഥിതി ദിനത്തിൽ നാം ചെയ്യാറുള്ളത് പോലെ ആകരുത്. സാധാരണ ജൂൺ 5-ന് നമ്മളെല്ലാവരും വൃക്ഷത്തൈ നടും, അടുത്ത വർഷമാകുമ്പോഴേക്ക് വീണ്ടും നടും. അങ്ങനെയല്ല, ഇതിനെ നാം ശ്രദ്ധിക്കണം, ഇതിന് നാം വെള്ളവും വളവും നൽകണം, ഈ ആശയത്തെ നാം നെഞ്ചേറ്റണം, ഇത് വളർന്ന് പടർന്ന് പന്തലിക്കണം, ഇത് ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ പൂക്കൾ നൽകണം. ഈ വൈവിധ്യങ്ങളെ ഈ വൻ വടവൃക്ഷത്തിന് കീഴിൽ നമുക്ക് ചേർത്ത് നിർത്താനാവണം. അതിനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നന്ദി. പി മുജീബ് റഹ്മാൻ അവർക്ക് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഭാരം നൽകുന്നത് ഇതിൻ്റെ സംഘാടകനും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സ്വാമി അസ്പർശാനന്ദജി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിൻ്റെ സംഘാടനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഓൺലൈനായി അകലെ നിന്നാണെങ്കിലും ഒപ്പം കൂടി ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്ന ഒരു പെർഫെക്റ്റ് ഹ്യൂമാനിസ്റ്റ് എന്നെല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന ശ്രീ വിഷ്ണുമോഹൻ ഫൗണ്ടേഷൻ ചെന്നൈയുടെ ഡയറക്ടർ കൂടിയായ പ്രിയപ്പെട്ട സ്വാമിജി ശ്രീ ഹരിപ്രസാദ് അവറുകളെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായ വാക്കുകൾക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നാരായണ നാരായണ നാരായണ. I am very sorry to be sitting down and addressing you, but I have just come from hospital and I am going back there also. But Dr. Mohavdadi just called me on the phone and he didn't ask me, Swami Varindo, Swami Eprana Varnena Chochu. So I got into the plane and came. I didn't cancel my ticket. So this is his brainchild. It has come up from in a small dinner meeting. From there he has built it up. He used to call it our project, and then now it has become a very good organization which will knit together the people of Kerala. Adi Shankara, who was the son of this soil, he said he chose 4 Mahavakyas. But those are all very high philosophy. There are 2 Mahavakyas which we can adopt in our lives now. One is Ekam Sat Vipra Bahuda Vadanti. The truth, the knowledge, the reality, supreme reality is one. People call it by different names. Sages call it by different names. So this is the basic tattvam, basic idea on which India is built, of freedom of thought, freedom of expression. So that must, as long as that exists, Buddha also said that as long as there is discussion among the people of Vaishala, then there will be peace in the country. So speech must be there. Speech must not be hurting. Recently in a interfaith meeting, I had to call people to order and say that you don't let each person criticize his own religion. Other people can criticize, can keep out of that. My religion needs correction, I must do it. Thank you very much, Swami Hariprasad ji, for your guidance and marvelous words. Dr. Anil Muhammadine ഉപഹാരം കൊടുക്കാൻ ശ്രമിക്കും. അടുത്തതായി ഇതിൻ്റെ സംഘാടക സമിതിയിലെ ഒരു പ്രധാനിയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രഭാഷകനും ചിന്തകനും ഒക്കെയായ പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ മടവൂർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മിലെല്ലാവരിലും പരമകാരുണ്യകനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ കരുണാകടാക്ഷങ്ങൾ, അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള സന്ദേശവും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ആദർശവും ഹ്യൂമാനിറ്റിയാണ്. മനുഷ്യത്വം, മനുഷ്യസ്നേഹം,
പരസ്പര ബഹുമാനം, ഇഷ്ടം, സഹകരണം, സഹവർത്തിത്വം, ഇതെല്ലാം ഇതുവരെ പറഞ്ഞത് എന്താണോ അതിൽ പരം കൂടുതൽ ആയി, അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ ഇല്ല. അതിനെല്ലാം ഒരു ഒപ്പുവെക്കുകയാണ്. ഈ ആദർശം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിന് നാം പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് അറിയിക്കുകയും ഇത് വിജയിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ അവറുകൾക്ക് പ്രൊഫസർ KM ഫ്രാൻസിസ് അവറുകൾ CCCയുടെ ഉപഹാരം നൽകും. മാർത്തോമാ സഭയുടെ വലിയ പിതാവ് ഹിസ് ഗ്രേസ് റെവറൻ ഡോക്ടർ തിയോഡോസിയസ് തിരുമേനിയെ പ്രതിനിധീകരിച്ചാണ് റെവറൻ ജോർജ് മാത്യു അച്ഛൻ ഈ ചടങ്ങിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യാവസാനം സഹകരിക്കുന്ന ബഹുമാന്യനായ റെവറൻ ജോർജ് മാത്യു അച്ഛനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇനി ഒരാൾ മാത്രമേ ഇനി സംസാരിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും അല്പസമയം കൂടി നിശബ്ദമായി ഹാളിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം നമുക്കിത് അവസാനം എല്ലാവരും കൂടി ചേർന്നുള്ള ഫോട്ടോ സെഷനോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. വേദിയിലും സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. 3 കാര്യങ്ങൾ ഞങ്ങളുടെ മലങ്കര മാർത്തോമാ സുറിയൻ സഭയുടെ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, നാം പാർക്കുന്ന നാടിനെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. ഈ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതിൻ്റെയും വെളിച്ചത്തിൽ ഇത് ഗോഡ്സ് ഓൺ കൺട്രി ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കാൻ കാരണം ദൈവം എന്നിലുണ്ട്, നിന്നിലുമുണ്ട്, അവരിലുമുണ്ട്. ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു ജനസമൂഹമാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രിയിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ നാടിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിച്ചിരുന്നത്. എന്നിലും ദൈവം, നിന്നിലും ദൈവം. അങ്ങനെ എല്ലാവരിലുള്ള ദൈവത്തെ നമസ്കരിക്കാനാണ് നമസ്കാരം ഈ ഭാരതത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പലതുകൊണ്ടും ഈ മൂല്യത്തിന് ശോഷണം സംഭവിച്ചു. ഈ ശോഷണം സംഭവിച്ചപ്പോൾ വീണ്ടും ഇതിനെ ഗോഡ്സ് ഓൺ കൺട്രി ആക്കാൻ ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ഞങ്ങളിൽ ഒരാളായിരിക്കുന്ന ഗൾഫാർ മുഹമ്മദ് അലി ഇക്കായ്ക്ക് സ്വപ്നമുണ്ടായി. ആ സ്വപ്നം റഹീം സാറും കൂടി ഏറ്റെടുത്തിട്ട് ഞങ്ങളെയെല്ലാം വിളിച്ചു. അഭിമന്യരായ ഈ പ്രിയപ്പെട്ടവരെ വിളിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഞങ്ങളും ചേർന്ന് പിടിച്ചു. ഇന്ന് ആ കുഞ്ഞിൻ്റെ ജന്മദിനമാണ്. ഇന്നിവിടെ ജനിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഓമന പേരാണ് CCC, 3C. രണ്ടാമത്, ഈ കേരളം എന്ന നാടിനെ 44 കഷ്ണങ്ങളാക്കി തീർത്ത 44 നദികൾ ഈ കേരളത്തിലുണ്ട്. ഈ നദികൾ കേരളത്തെ മുറിച്ചപ്പോൾ ആദിമകാലങ്ങളിൽ കടത്തുവള്ളം കൊണ്ടാണ് ബന്ധിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നോക്കിയാൽ ഈ 44 നദികൾക്കും കുറുകെ നിരവധി പാലങ്ങളുണ്ടായപ്പോൾ കേരളം മുറിഞ്ഞ തുണ്ടുകളല്ല, ഒറ്റ നാടായിത്തീർന്നു. ഈ പാലം പണിതോടുകൂടിയാണ് ഗതാഗതം സൗകര്യമായത്, എല്ലാവർക്കും പരസ്പരം ബന്ധപ്പെടുവാൻ സാധിച്ചത്. ഈ CCC ഒരു ബ്രിഡ്ജ് ബിൽഡിംഗ് ആണ് നടത്തുന്നത്, ഒരു പാലം പണിയാണ്. ഈ CCC ജനിച്ചിരിക്കുമ്പോൾ ഈ പാലം പണിയിൽ സ്നേഹം കൊണ്ടും സത്യം കൊണ്ടും സാഹോദര്യം കൊണ്ടും ഒരു നല്ല ഗോഡ്സ് ഓൺ കൺട്രി ആക്കുവാൻ ഇടയാകട്ടെ. മൂന്നാമതായിട്ട് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വൈവിധ്യങ്ങൾ ദൈവനിർമ്മിതമാണ്. എല്ലാ വൈവിധ്യവും ദൈവത്തിൻ്റെ നിർമ്മിതമാണ്. സൂര്യൻ അതിൻ്റെ പ്രകാശരശ്മിക്ക് ധവള നിറം, വെള്ള നിറമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ സൂര്യപ്രകാശം മഴവെള്ളത്തുള്ളികളിലൂടെ, ജലത്തിൻ്റെ കണിയിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റ നിറമുള്ള സൂര്യപ്രകാശം 7 നിറമുള്ള സപ്തവർണ്ണമുള്ള മഴവില്ലായി മാറും. ഈ മഴവില്ല് സുന്ദരമാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, നമുക്കൊരപ്പനെ അമ്മയുള്ളൂ എന്നൊക്കെ പറഞ്ഞു, ഒരു ദൈവവും എല്ലാം ഉള്ളൂ. എന്നാൽ ഇതിന്ന് പല വർണ്ണങ്ങളായിരിക്കുന്നു. ഈ മഴവില്ലിനെ ശരിയായ രൂപത്തിലാക്കി വെക്കുമ്പോണ്ടല്ലോ, പ്രത്യാശയുടെ ചിഹ്നമാണ്, ഹോപ്പ് നൽകുന്നതാണ്. CCCയുടെ എംബ്ലം നിങ്ങൾക്ക് ലോഗോ കണ്ടല്ലോ.
ഈ ലോഗോ ഒരു മഴവില്ലിന് സമാനമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല നിറമുള്ളവരാണ്, പല ഭാഷയുള്ളവരാണ്, പല സംസ്കാരമുള്ളവരാണ്, പല മതഗ്രന്ഥങ്ങളും പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഉള്ളവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രകാശം വന്ന് ഇങ്ങനെ പല രൂപത്തിലും നിറത്തിലുമായിരിക്കുമ്പോൾ ഈ നിറങ്ങൾ ചേരേണ്ടതുപോലെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല മഴവില്ലുണ്ടാകും. സിയുടെ ഷേപ്പ് പോലും അങ്ങനെയാണ്. ട്രിപ്പിൾ സി വെച്ചിരിക്കുമ്പോൾ അതിൽ തന്നെ പല വർണ്ണങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഈ വൈവിധ്യങ്ങൾ നല്ലതാണ്. വൈവിധ്യങ്ങളിലെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് നമുക്കൊന്നായി തീരാം. അങ്ങനെ ഒരു ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ല മഴവില്ല് കൊണ്ട് ഈ കേരളത്തെ ഒരു പുത്തൻ കേരളമാക്കി മാറ്റുവാൻ നമുക്ക് കൈകോർക്കാം. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഞങ്ങളുടെ പരമാധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത, അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത് പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ സൂക്തങ്ങളിലാണ്, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലാണ്. ആ തിരുമേനിയുടെ പേരിലും ഞങ്ങളുടെ സഭയുടെ പേരിലും എല്ലാ ആശംസകളും ഞങ്ങളുടെ എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചെൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ജയ് ഹിന്ദ്. താങ്ക് യു അച്ഛൻ. സാധാരണ സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളിലാണ് അവസാനം കിടിലൻ ഡയലോഗുകളും വളരെ കൃത്യമായി നടന്നു പോകുന്ന സീനുകളും കാണാറുള്ളത്. ഏതായാലും ട്രിപ്പിൾ സിയുടെ ഈ അവസാന നിമിഷത്തിൽ കിടിലൻ ആശയങ്ങളും അത് വളരെ വ്യക്തതയോടെ അവതരിപ്പിച്ച ബഹുമാന്യനായ വെരി റവറൻ ജോർജ് മാത്യു അച്ഛന് TPM ഇബ്രാഹിം ഖാൻ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഉപഹാരം നൽകുന്നു. ഇസ്ലാമിക പണ്ഡിത ലോകത്തെ ഗുരുശ്രേഷ്ഠനും പ്രഭാഷകനും മർക്കസ് ദേവയുടെ സാരഥിയുമായ CP ഉമർ സുല്ലമി അവർകളെ അവസാന ഈ ആശംസാ പ്രസംഗത്തിലെ അവസാന വാക്കുകൾ സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനവും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ മഹത്വമേറിയ ഈ സമ്മേളനത്തിൻ്റെ ഒരു ബോർഡ് എൻ്റെ മുന്നിൽ കാണുന്നു. വളരെ വളരെ സന്തോഷം. സൗഹൃദ കേരളത്തിൻ്റെ സാഹോദര്യത്തിനാണ് CCC അഥവാ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനം. എനിക്ക് സന്തോഷം ഏറ്റവും തോന്നിയത് കേരളത്തിൽ ആദ്യമായി ഒരു മതപ്രബോധന രംഗത്തുണ്ടായ ഒരു യുവജന സംഘടന ഈ എറണാകുളത്ത് വെച്ച് അല്പം ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. അതെ, കാത്തുവയ്ക്കാം സൗഹൃദ കേരളം എന്നായിരുന്നു എൻ്റെ സന്ദേശം. കാത്തുവയ്ക്കാം സൗഹൃദ കേരളം, ഒരു മഹാസമ്മേളനം ഇവിടെ നടക്കും. ഇവിടുത്തെ പ്രഖ്യാപനത്തിന് കൂട്ടത്തിൽ ഈ സൗഹൃദം മാനുഷികമായ ബന്ധത്തിലൂടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും ഉണ്ടാവണമെന്ന് തന്നെയാണ്. അതുതന്നെയാണ് വേണ്ടത്. ഇതാ ഈ വരുന്ന ജനുവരി 25 മുതൽ 28 കൂടി 4 ദിവസത്തെ ഒരു മഹാസമ്മേളനം. അതിൽ പറയുന്നത് വിശ്വമാനവതക്ക്, അതിൻ്റെ പ്രമേയം അതാണ്, വിശ്വമാനവതക്ക് വേദ വെളിച്ചം എന്നാണ്. എല്ലാ വേദങ്ങളുടെയും വെളിച്ചം വിശ്വമാനവതയ്ക്കുള്ളതാണ്. എല്ലാ വേദങ്ങളുടെയും വെളിച്ചം. അവസാനത്തെ വേദമാണ് പരിശുദ്ധ ഖുർആൻ. അതും വെളിച്ചം നൽകുന്നത് വിശ്വമാനവതയ്ക്കാണ്. അതിൻ്റെ സന്ദേശമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ, ബഹുമാനപ്പെട്ട ബഹാവദ്ദീൻ കുരിയാർ സാഹിബ്, അതുപോലെയുള്ള ഇവിടുത്തെ വിവിധ അവതകാർ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, ഈ മുൻകൂട്ടി കണ്ട് ഇതൊക്കെ പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ബോർഡ് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചു. നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ മാത്രം ഉദ്ഘാടനത്തിൽ പരിമിതമാക്കാതെ തുടർ പ്രവർത്തനം ഉണ്ടാവണം. ആ തുടർ പ്രവർത്തനത്തിന് ഏറ്റവും വേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടുണ്ടായിരിക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ സഹായം വേണം. നിഷ്പക്ഷമായി നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അത് മറച്ചു വയ്ക്കാതെ നിഷ്പക്ഷമായി റിപ്പോർട്ട് ചെയ്യുന്ന സമ്പ്രദായം അത് മാധ്യമങ്ങൾക്കുണ്ടാവണം. അതുണ്ടായാലേ ഇതെല്ലാം ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരും നന്ദി പറയുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ഇതിനു മുമ്പ് സംസാരിച്ച അച്ഛൻ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാറും അബ്ദുൽ റഹീം സാറും ഒക്കെ ചേർന്ന് ജന്മം നൽകിയ ഈ കുഞ്ഞിനെ ഇന്ന് ഈ പൊതുസമൂഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ആദ്യത്തെ കുഞ്ഞിന് ആദ്യ വസ്ത്രവും വാങ്ങി വരുന്നവരെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കാറുണ്ട്. ഈ ചടങ്ങിൽ വെച്ച് തന്നെ ഇത്രയും മനോഹരമായ ഈ ഉദ്യമത്തിന് ഏറ്റവും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനലായ മലനാട് TV പ്രിയപ്പെട്ട ഗൾഫാർ മുഹമ്മദ് അലി സാറിനെ ഒന്ന് ആദരിക്കണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ ഒരു ഉപഹാരം അതിൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തിന് കൈമാറും.
ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാന്യനായ CP ഉമ്മർ സുല്ലമി അവറുകൾക്ക് രാജീവ് കൊച്ചുപറമ്പിൽ അവറുകൾ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഉപഹാരം നൽകുന്നു. ഇത്രയും തിരക്കേറിയ നഗരത്തിൽ, ഇത്രയും തിരക്കേറിയ സമയത്ത്, ഇത്ര സമയം ക്ഷമയോടെ കേൾക്കാനിരുന്ന ഒരു സദസ്സിനെ നിരവധി വർഷങ്ങളായി പല വേദികളിലും നിന്നിട്ടുള്ള ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. ഏറ്റവും അനിവാര്യമായ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ബഹുമാന്യനായ ഫാദർ ഡോക്ടർ ആൻ്റണി വടക്കേക്കര അവറുകളുടെ കൃതജ്ഞതയോടുകൂടി പിരിയരുത്. അതിനുശേഷം ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതിനുകൂടി ഉണ്ടാകണം. ഫാദർ ആൻ്റണി വടക്കേക്കര അവറുകൾ, അദ്ദേഹത്തിന് ഞാൻ ക്ഷണിക്കുക ഒരധികപ്പറ്റാണ്. അദ്ദേഹമാണ് ക്ഷണിക്കേണ്ടത് എല്ലാവരെയും. കാരണം ഇതിൻ്റെ ആദ്യാവസാനം സിറോ മലബാർ സഭയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറായി ഓരോരുത്തരെയും കാണാനും നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീഡിയോകളൊക്കെ റെക്കോർഡ് ചെയ്യാനുമായി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ തിരക്കുകളോടൊപ്പം സഞ്ചരിച്ച ബഹുമാന്യനായ ഫാദർ ഡോക്ടർ ആൻ്റണി വടക്കേക്കര അവറുകളെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ എല്ലാവർക്കും നമസ്കാരം. 2023 ജൂലൈ മാസം 1-ാം തീയതിയായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു പുതുചരിത്രം രചിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിവസം നാളിനി എന്നും ഓർക്കപ്പെടേണ്ടത് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ CCC എന്ന ഒരു പുതിയ സംഘടന സൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും വേണ്ടി നമ്മുടെ ഇടയിൽ ജന്മം കൊണ്ടു എന്ന സന്തോഷത്തിൻ്റെ ദിനമായി ഇനി എന്നും ഓർക്കപ്പെടട്ടെ എന്ന ആശംസയോടുകൂടെ ഞാൻ എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ വ്യത്യസ്തതകളുള്ളവരാണ് നാം എല്ലാവരും. എന്നാൽ വ്യത്യസ്തതകളെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കാതെ നമ്മെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന മനുഷ്യത്വം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനവഗുണത്തെ നമ്മുടെ ഈ നാട്ടിന് സംലഭ്യമാക്കണം എന്ന ഉദ്ദേശത്തോടെ ആരംഭിക്കപ്പെട്ടിരിക്കുന്ന CCCയുടെ ഈ ലോഞ്ചിങ് സെറിമണിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമേ തന്നെ ഞങ്ങൾ ഇപ്രകാരം ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആരെയാണ് ഈ ലോഞ്ചിങ് സെറിമണിക്ക് വേണ്ടി ക്ഷണിക്കേണ്ടത് എന്നത് ഞങ്ങളുടെ ഇടയിൽ വലിയൊരു ചർച്ചയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒത്തൊരുമയോടുകൂടെ പറഞ്ഞ പേര് ടിബറ്റൻ സന്യാസിയും ആചാര്യനും സമാധാനത്തിൻ്റെ വക്താവുമായ ഹിസ് ഹോളിനെസ് ദലൈലാമയുടെ പേരാണ്. ദലൈലാമയെ ഞങ്ങൾ സമീപിച്ചു. അത് ബഹുമാനപ്പെട്ട ഐറേനിയസ് തിരുമേനി വഴിയായി ഫാദർ ബിജു അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അദ്ദേഹം വരാമെന്നേറ്റതാണ്. എങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ യാത്ര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശം എഴുതി കൊടുത്തുവിടാമെന്നറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്ദേശവുമായി ഇവിടെ എത്തിയ ആചാര്യ യഷി ഫൻസോക്ക് നമ്മുടെ ഇടയിലുണ്ട്. മനോഹരമായ ഒരു സന്ദേശം അദ്ദേഹം നൽകുകയും അതോടൊപ്പം തന്നെ ദലൈലാമയുടെ സമാധാന സന്ദേശം നൽകി നമ്മുടെ CCCയുടെ ലോഞ്ചിങ് സെറിമണിയെ ആദരിക്കുകയും ചെയ്തതിന് ഞങ്ങളുടെ CCCയുടെ എല്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും ഇവിടെ ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒത്തിരിയേറെ മതമേലധ്യക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക പ്രതിഭകളുമായ ധാരാളം പേർ ഇവിടെ വരികയും ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു. ഹിസ് ഹോളിനെസ് ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സ്വാമി പുരന്ദാനന്ദ മഹാരാജ്, അഭിവന്യ മാത്യു അറക്കൽ തിരുമേനി, ഡോക്ടർ ബഹുദ്ദീൻ നദ്വി കൂറിയാട്, സ്വാമി വിശാലാനന്ദ, ഡോക്ടർ മാത്യൂസ് മാർ അന്തോണീസ് മെത്രോപൊലീത്തൻ, സ്വാമിജി ശ്രീ ഹരിപ്രസാദ്, ഡോക്ടർ ഹുസൈൻ മടവൂർ, പി മുജീബ് റഹ്മാൻ, വെരി റെവറൻ ജോർജ് മാത്യു അച്ചൻ, ജനാബ് CP ഉമർ സുലൈമി എന്നിവർ നമുക്ക് ഈ അവസരത്തിൽ ആശംസകൾ അറിയിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിയതിനും
അമൂല്യമായ സന്ദേശങ്ങൾ നമ്മുടെ ഈ പുതിയ സംരംഭത്തിൽ നൽകിയതിന് ആദരണീയരായ നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, CCCയുടെ ഗാർഡിയൻ കൗൺസിൽ അംഗങ്ങൾക്കും ജനറൽ കൗൺസിൽ അംഗങ്ങൾക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും ഒറ്റ വാക്കിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദി അറിയിക്കട്ടെ. മഹത്തായ ഈ സംരംഭത്തിന് പിന്തുണ അറിയിച്ച് ആശംസാ സന്ദേശങ്ങൾ നൽകിയവർ നിരവധിയാണ്. വീഡിയോകളിലൂടെ ആശംസാ സന്ദേശങ്ങൾ കൈമാറിയ ഏതാനും ചിലരുടെ പേരുകൾ മാത്രം പറയുന്നു. ധാരാളം പേരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബുകളിലും മറ്റും കാണാൻ സാധിക്കും. എങ്കിലും മലയാള ചലച്ചിത്ര താരങ്ങളായ ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, ശ്രീ ഡോക്ടർ ശശികുമാരൻ സാർ, അതോടൊപ്പം തന്നെ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, കണ്ഠര് രാജീവര് തന്ത്രി തുടങ്ങിയ അനേകർ ഈ സംരംഭത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോകൾ നൽകുകയുണ്ടായി. അവരെയും പേരെടുത്ത് പറയാൻ വിട്ടുപോയ മറ്റനേകം പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ CCCയുടെ നന്ദി അറിയിക്കുന്നു. ഈ സതുദ്യമത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ധാരാളം പേരുണ്ട്. കഴിഞ്ഞ ദിവസം കൂടിയ ഞങ്ങളുടെ പ്രസ് മീറ്റിലും ഇന്നും ഈ കാര്യങ്ങളൊക്കെയും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൃദയംഗമമായ CCCയുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ CCCയുടെ ഈ പ്രഖ്യാപന സമ്മേളനം മനോഹരമാക്കാൻ അധ്വാനിച്ച ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം ടൗൺ ഹാളിൻ്റെ ഭാരവാഹികളെ സമീപിച്ചപ്പോൾ അവർ ഉദാര മനസ്സോടുകൂടെ ഇത് നമുക്ക് നൽകുകയുണ്ടായി. അതോടൊപ്പം സമൂഹത്തിലെ നാനാതുറയിലുള്ള അനേകം പേരുടെ പ്രോത്സാഹനവും പ്രയത്നവുമാണ് CCCയുടെ മുൻപോട്ടുള്ള ഇന്ധനമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ എല്ലാവരുടെയും സഹകരണങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ധാരാളം പേരുണ്ട്. എല്ലാവരെയും കൂടെ ഇവിടെ കയറ്റി ഇരുത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവസാനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാം എന്ന് തീരുമാനിക്കാൻ ഇടയായത്. കാരണം നിങ്ങളെല്ലാവരും വളരെ ബഹുമാന്യരാണ്. CCC എന്ന ഈ സംരംഭത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം തൊട്ട് അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുന്നു.